സാർ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് നമ്മുടെ ഈ ദുബായ് ഷേക്കിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് ഏതാണ്? നമസ്കാരം, സംസാരം ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ട് ഒരാളാണ്. കുക്കിങ്ങിൽ അധികായൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന 30 കൊല്ലത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ ജോഷി സാറാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് ജോഷി സാറിനോട് തന്നെ ചോദിക്കാം, എന്താണ് ഇന്നത്തെ കുക്കിംഗ് വിശേഷങ്ങൾ? സോ പറയൂ, എന്താണ് ഇന്നത്തെ കുക്കിംഗ് വിശേഷങ്ങൾ? എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാനൊരു മോർ ദാൻ 30 years എക്സ്പീരിയൻസ് ഉണ്ട്. വിദേശത്തും അതുപോലെ സാർ വിദേശത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, മറ്റേ നമ്മുടെ ഷെയ്ക്കിന്റെ കിച്ചണിലൊക്കെ. സാർ അത് ആ ഒരു എക്സ്പീരിയൻസ് വളരെ ത്രില്ലായിരുന്നു. കാരണം ഞാൻ അവിടെ സൗദി പാലസിലായിരുന്നു. സൗദി പാലസിൽ പോകാൻ വേറെ ഒരു കാരണമുണ്ട്. എനിക്ക് എൻ്റെ കൂട്ടുകാരൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് നമ്മൾ സൗദിയിൽ മാത്രമല്ല വർക്ക് ചെയ്യണം, നമുക്ക് യൂറോപ്പിലും അവരോടൊപ്പം യാത്രയിൽ പങ്കെടുക്കാൻ പറ്റും. അവർക്ക് അവിടെ യൂറോപ്പിലും പാലസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ സമ്മർ ആകുമ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോകും. അപ്പോൾ അവിടെ ഒരു 3 മാസമൊക്കെ അവിടെ വർക്ക് ചെയ്യും. സാർ അത് മാത്രമല്ല, സാറ് കുക്കിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഫാക്കൽറ്റി കൂടെയാണ്. സാറേ, അങ്ങനെ അതിനെ പറ്റിയുള്ള വിശേഷങ്ങൾ? കുക്കിംഗ് അത് ഞാൻ 2010 മുതൽ ഞാൻ വിദേശ പര്യടനം കഴിഞ്ഞ് വന്നു. 2010 മുതൽ ടീച്ചിങ് ഫീൽഡിലേക്ക് വന്നു. എൻ്റെ തുടക്കം ഞാൻ ഡോൺ ബോസ്കോ വടുതല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ്. അതിനുശേഷം ഞാൻ മൂന്നാർ കാറ്ററിംഗിൽ ഒരു 2 വർഷം വർക്ക് ചെയ്തു. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക. 30 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ സാർ റെഡി അല്ലേ? യെസ്. ഹായ്, ഞാൻ ഷെഫ് ജോഷി. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബീൻസ് സലാഡാണ്. ഇത് നമുക്കെല്ലാം വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. ലോക്കൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ഐസ്ബർഗ് ലെറ്റ്യൂസ് ആണ്. ലെറ്റ്യൂസ് ആണ് നമ്മളെ ബേസ് ആയിട്ട് കൊടുക്കാറ്. സാർ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് നമ്മുടെ ഈ ദുബായ് ഷേക്കിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് ഏതാണ്? ചിലപ്പോൾ ഒന്നല്ല, അതിൽ കൂടുതലുണ്ടാവും. അവരുടെ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ലെബനീസ് ക്യൂസിനാണ്. പിന്നെ നമ്മുടെ ഇപ്പോൾ പോലത്തെ മന്തി എന്ന് പറയുന്നത് മന്തി അല്ല, ശരിക്കും പറഞ്ഞാൽ അവിടെ കബ്സ. അതുപോലെ സാർ ഇവിടുത്തെ മന്തി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലോ. നമുക്ക് അവിടെ മന്തി പ്രിപ്പയർ ചെയ്യാനായിട്ട് അവിടെ യമനീസ് എന്ന് പറഞ്ഞ കുക്കുണ്ട്. പിന്നെ നമുക്ക് മൊറോക്കൻസ് എന്ന് പറഞ്ഞ ഷെഫുണ്ട്. അപ്പോൾ നമ്മുടെ സലാഡിന് വേണ്ട പ്ലേറ്റ് നമ്മൾ റെഡിയാക്കി വെച്ചു. ഓക്കെ, ഞാൻ ഒരു പ്ലാറ്ററാണിത്. പ്ലാറ്റർ എന്ന് പറയും. പ്ലാറ്ററിൽ നമ്മൾ ലെറ്റ്യൂസ് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഐസ്ബർഗ് ലെറ്റ്യൂസ് ആണ് ഞാൻ ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഐസ്ബർഗോ റോമേനോ ലോലോറോസ് ഇഷ്ടമുള്ള ലെറ്റ്യൂസ് കൊടുക്കാം. ഇത് ഞാൻ പറഞ്ഞതെല്ലാം ലെറ്റ്യൂസിൻ്റെ പേരുകളാണ്. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ്. ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഉപയോഗിക്കാൻ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ ഉണ്ട് ടൊമാറ്റോ ഉണ്ട്, ക്യാപ്സിക്കം, അതുപോലെ ഓണിയൻ, ദെൻ കുക്കുംബർ. ഈവൻ നമ്മുടെ ഈ ലെറ്റ്യൂസ് കുറച്ചുകൂടി ചോപ്പ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം ഈ ബീൻസിൻ്റെ കൂടെ. അതുകൂടാണ്ട് നമ്മുടെ സലാഡിൻ്റെ പേര് തന്നെ ബീൻസ് സലാഡ് എന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസാണ് ഇവിടെ ഉള്ളത്. ഇത് രാജ്മ എന്ന് പറയും, ഹിന്ദിയിൽ രാജ്മ. അത് ഇംഗ്ലീഷിൽ പറഞ്ഞ കിഡ്നി ബീൻസ്, റെഡ് കിഡ്നി ബീൻസ്. ഇത് നമ്മൾ 6 മണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ്. ഒരു 6 വിസിൽ കേൾക്കണം, നല്ലോണം വേവുള്ളൊരു സാധനമാണ്. അടുത്ത ഐറ്റമാണ് ഗർബാൻസോ ബീൻസ്. ആക്ച്വലി ഇതിനും ഒരു ഗർബാൻസോ ബീൻസ് എന്നാണ് അറിയപ്പെടുന്നത് സ്പാനിഷ് വാക്കിൽ. അല്ലെങ്കിൽ ചിക്ക് പീസ് എന്ന് പറയും. ഇവിടെ ചില്ലി 2 ടൈപ്പ് ചില്ലി ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ഇട്ടാലും മതി, അല്ലെങ്കിൽ 2 വേണമെങ്കിൽ കുറേശ്ശെ ഇടാം. ഇവിടെ എൻ്റെ അടുത്ത് ഇരിക്കുന്നത് അലപ്പിനോസ് എന്ന് പറയും. ശരിക്കും ഒരു മെക്സിക്കൻ ചില്ലിയാണിത്. ഉപ്പിലിട്ട് വരുന്നതാണ് ആലപ്പിനോസ്. അതുപോലെ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഉണ്ട്, റെഡ് ചില്ലി ഫ്ലേക്സ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് രണ്ടും അവോയ്ഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തിടാം. നമ്മുടെ നാട്ടിൻപുറത്തുള്ള കാന്താരിയോ എന്ത് വേണമെങ്കിലും ചോപ്പ് ചെയ്ത് ഇടാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് വിനീഗറേറ്റ് ഡ്രസ്സിങ്ങിലാണ്, ബാൽസാമിക് വിനീഗറേറ്റ് ഡ്രസ്സിങ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ബാൽസാമിക് വിനീഗർ ഉണ്ട്. ബാൽസാമിക് വിനീഗർ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വൈറ്റ് വിനീഗറോ ലെമൺ ജ്യൂസോ ഒഴിക്കാം. ബട്ട് ഇത് നല്ലൊരു ടേസ്റ്റ് ഉള്ളതാണ്. ഇറ്റാലിയൻസൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് ബാൽസാമിക്കാണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഓറിഗാനോ. ഇനി ഓറിഗാനോ അല്ലെങ്കിൽ നമുക്ക് ബേസിലോ തൈമോ എന്ത് വേണമെങ്കിലും. അടുത്തത് നമുക്കിവിടെ ആസ് യൂഷ്വൽ നമുക്ക് സോൾട്ടും പെപ്പറും ആവശ്യമാണ്. എൻ്റെ അടുത്ത് ഇവിടെ ബ്ലാക്ക് പേപ്പർ ഉണ്ട്, ഫ്രഷ്ലി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ബ്ലാക്ക് പേപ്പർ. നമ്മുടെ കുരുമുളക് പൊടി നമുക്ക് തന്നെ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയാണ് ഫ്രഷ്ലി ഗ്രൗണ്ട് ബ്ലാക്ക് പേപ്പർ. അതുപോലെ നമുക്ക് സോൾട്ട്.
ഇനി സോൾട്ട് നമുക്ക് ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് സോൾട്ട് ആണെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കല്ലുപ്പ് ആണെങ്കിൽ പൊടിച്ച് ഇടാം. ഹെൽത്തി ഓപ്ഷൻ വേണം. നമുക്ക് ഒരു 2 ടൈപ്പ് ഇരിപ്പുണ്ട്. ഒന്ന് റിഫൈനഡ് ആയിട്ടുള്ള ഓയിലുണ്ട്, ഇത് ഒഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒലീവ് ഓയിൽ കൊടുക്കാം. ഒലീവ് ഓയിൽ ഇപ്പോൾ എക്സ്പെൻസീവ് ആണ് തോന്നുമെങ്കിൽ ഓക്കെ നമുക്ക് റിഫൈനഡിലേക്ക് കിടക്കാം. അതർവൈസ് ഇതിൽ നിന്ന് ഒരു 20% ഓക്കെ ഒലീവ് ഓയിലും ഒരു 80% റിഫൈനോട് ചേർത്തിട്ട് മിക്സ് ബ്ലെൻഡഡ് ഒലിവ് ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. വിച്ച് ഐ ടേക്ക് കുക്കുംബർ, ഓൾറെഡി പീൽഡ് ആണ്. ഓക്കെ ഇതിനെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. ഒരു ടൊമാറ്റോ നോക്കിയാൽ നല്ലൊരു ജ്യൂസി ആയിട്ടുള്ളൊരു ടൊമാറ്റോ ആണ്, ബീഫ് ടൊമാറ്റോ എന്ന് പറയും. ഓക്കെ ഇത് ലോക്കലല്ല, ഇത് നല്ലൊരു ജ്യൂസിയാണിത്. അടുത്തത് നമുക്ക് ക്യാപ്സിക്കം. ക്യാപ്സിക്കത്തിൻ്റെ ഈ വൈറ്റ് പോർഷൻ മാറ്റുന്നു. അതുപോലെ നമുക്ക് സീഡ്സ് വേണ്ട, സീഡ്സ് മാറ്റിയേക്കാം. അടുത്ത വെജിറ്റബിൾ ആണ് നമുക്ക് ഓണിയൻ. ഓണിയൻ നമുക്ക് അങ്ങനെ നോക്കാം. നോക്കൂ, നമ്മുടെ ഇവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾസ് ഓക്കെ, ഒന്ന് കുക്കുംബർ, ടൊമാറ്റോ, ക്യാപ്സിക്കം, അണിയൻ, അതുപോലെ ലെറ്റ്യൂസ് നമ്മൾ ബേസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം റെഡിയാണ്. നല്ല ബീൻസ് റെഡിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡ്രസ്സിങ് എങ്ങനെയാണ് നോക്കാം. കട്ട് ചെയ്തിരിക്കുന്ന വെജിറ്റബിൾസ് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇടുന്നു. ഡ്രസ്സിങ് ഉണ്ടാക്കാം. അതിൻ്റെ ബാൽസാമിക് വിനീഗർ ഓക്കെ, അടുത്ത് ബാൽസാമിക് വിനീഗർ, കുരുമുളക്, ഓറിഗാനോ ഒരു 1/2 ടീസ്പൂൺ. കുരുമുളക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഓപ്ഷനിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും, അത് നമ്മുടെ ആലപ്പിനോസ്, ഇത് എന്ത് വേണമെങ്കിൽ ആകട്ടെ. നമുക്ക് ഇപ്പോൾ ചില്ലി ഫ്ലേക്സ് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, ആലപ്പിനോസ് ഒഴിവാക്കാം. അതിന് പകരം നമുക്ക് ഗ്രീൻ ചില്ലി വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ പ്രത്യേക ഒരു 2 ടേബിൾ സ്പൂൺ ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി തന്നെ ഓയിൽ വേണം. അതാണ് അതിൻ്റെ ഒരു റേഷ്യോ. ഓക്കെ, അതായത് മീൻ 1:2 ആണ് റേഷ്യോ. അതായത് ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വിനീഗർ എടുക്കുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ആണ് അതിൻ്റെ സലാഡിൻ്റെ റേഷ്യോ. നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ നല്ല കളർഫുള്ളാണ്, നല്ല റിച്ചാണ്. ഓക്കെ, എല്ലാം നല്ല സോൾട്ടും പെപ്പറൊക്കെ നല്ല ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്ക്, നമ്മുടെ അങ്ങനെ ബീൻസ് സലാഡ് റെഡിയായി. നല്ല കളർഫുള്ളാണ്, വേണ്ട നല്ല ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്. ഇതാണ് എപ്പോഴും ഗസ്റ്റ് ഇഷ്ടപ്പെടുന്നത്. സലാഡ് എന്ന് പറയുമ്പോൾ ഒരു ഐ അപ്പീൽ ഉണ്ടാകണം. കാണുമ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കളർഫുള്ളായിരിക്കണം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ കുറച്ച് വേരിയേഷൻസ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, നമ്മൾ ഇന്ത്യൻ സ്റ്റൈലിലേക്കാണെങ്കിൽ സെയിം ഇൻഗ്രീഡിയൻസിൽ നമുക്ക് ചാട്ട് മസാല ഇടാം. ഓക്കെ, ഒലിവ് ഓയിൽ ഒഴിവാക്കുക, ചാട്ട് മസാല, അതുപോലെ ലെമൺ ജ്യൂസ് ഇടാം. ദെൻ സോൾട്ട് പെപ്പറൊക്കെ ഇട്ടിട്ട് ഒരു ബീൻസ് ചാട്ട് പോലെ ആക്കി എടുക്കാം, ഇന്ത്യൻ പ്രിപ്പറേഷൻ. ഓക്കെ, സെയിം സെയിം ബാൽസാമിക് വേണമെന്ന് നിർബന്ധമില്ല. ബാൽസാമിക് അവൈലബിൾ അല്ലെങ്കിൽ മാത്രമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് ചാട്ട് മസാല പോലെ ആക്കാം, ഇന്ത്യൻ സ്റ്റൈലിലെ പ്രിപ്പറേഷൻ.